ഈ വീഡിയോ മതപരമായി കാണേണ്ടതില്ല. സർക്കാരിന്റെ ഇരട്ടത്താപ്പും അതുപോലെ ചില ആളുകൾ മതത്തെ അവഹേളിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. നമുക്ക് ആദ്യം കുറച്ച് വീഡിയോ കാണാം. കൻവാർ യാത്രയിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. നാലഞ്ച് ദിവസത്തേക്ക് സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവന്മാരെ പോലുള്ള ആളുകളിൽ നിന്നൊക്കെ സ്കൂൾ കുട്ടികളെ രക്ഷപ്പെടുത്താനാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ലീവ്. കഴിഞ്ഞില്ല, ഇനിയും വീഡിയോസ് ഉണ്ട്. കണ്ടില്ലേ, ഒരു മതപരമായിട്ടുള്ള കാര്യം ചെയ്യാനാണ് അവർ പോകുന്നത്. പക്ഷെ പോകുമ്പോഴോ വയലൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നടു റോട്ടിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതുപോലുള്ള ഒട്ടനവധി വീഡിയോസ് ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു വീഡിയോ കൂടി കാണാം. भाई सजदे में थे, देख सकते हो भाई लोग, सजदे में थे भाई लोग, जितने भी है नियत कर रखे थे, इसने लात मार रहा है, पुलिस वाले ने लात मार रहा है और मुसलमानों को मार रहा है. ये इंदर लोग की वीडियो है. ഇപ്പോൾ കണ്ടിട്ടുള്ള വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അതായത് ഈ ഈദ് ഉൽ ഫിത്തറിന് ആളുകൾ സ്ഥലമില്ലാത്തത് കൊണ്ട് റോട്ടിൽ വന്ന് നിസ്കരിച്ചതാണ്. അപ്പോൾ പോലീസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത്. റോഡ് എന്ന് പറയുന്നത് പബ്ലിക് പ്ലേസ് ആണ്. അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും ഈ നമസ്കരിച്ചത് ന്യായീകരിക്കില്ല ഞാൻ. അത് ചെയ്യാൻ പാടില്ല. എന്നാൽ അതേസമയം അതേ പബ്ലിക് റോഡിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം വെച്ചിട്ടുള്ള വീഡിയോസിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. പബ്ലിക് റോഡിൽ തീയിടുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നമ്പറിട്ടുള്ള ആ നമസ്കാരത്തിന്റെ ഇതിൽ ഒരുപാട് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് മാത്രമല്ല, യോഗിജി വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അതിനെതിരെ ഉന്നയിച്ചിട്ടുമുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ യോഗി ആദിത്യനാഥ് മിണ്ടുമോ? ഇല്ല. കേസെടുക്കുമോ? കണ്ടറിയേണ്ടി വരും. ഒരിക്കലും എടുക്കില്ല. ഇതാണ് ഇരട്ടത്താപ്പ്. ഒരു 5 മിനിറ്റ് ഉണ്ടാവുന്ന ഒരു റോഡ് ബ്ലോക്കാണ് ഈ നമസ്കാരത്തിലൂടെ ഉണ്ടാവുക. അതിനെതിരെ കേസെടുക്കുകയും അവിടെ ആളുകളെ അടിച്ചോടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോ ഈ വശത്ത് ഇവിടെ പാട്ടും ഡാൻസും തീ കത്തികളൊക്കെ ആയിട്ട് നടക്കുന്നു ആളുകൾ. ഈ ഒരു ഫെസ്റ്റിവൽ അല്ല, അതായത് ഈ കൻവാർ യാത്ര മാത്രമല്ല, ഇതിനു മുൻപുള്ള മറ്റ് ഫെസ്റ്റിവൽസ്, ഹോളി പോലുള്ള പല ഫെസ്റ്റിവൽസിന്റെ സമയത്തും ഇതുപോലുള്ള വയലൻസ് ഇവർ കാണിക്കാറുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല, ആർക്കും വിമർശിക്കേണ്ട, ആർക്കും പരാതിയില്ല, കേസെടുക്കുകയും ചെയ്യില്ല. എന്തുകൊണ്ട്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവരെ പോലത്തുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടാവുമല്ലോ, അവരെ കളിയാക്കുകയല്ലേ ഇവരൊക്കെ ഇവിടുന്ന് ചെയ്യുന്നത്. അതായത് യഥാർത്ഥ വിശ്വാസി പൂർണ്ണ ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും ചെയ്യാൻ പോകുന്ന കർമ്മം, അതിൽ ഇതുപോലുള്ള ചില ആളുകൾ വന്ന് ഇതുപോലെ വയലൻസ് കാണിക്കുക, അതുപോലെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നടക്കുക, ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ യഥാർത്ഥ വിശ്വാസികളെ കളിയാക്കുകയല്ലേ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വീഡിയോ കൂടി കാണാം.
ये कोटा मियाँ के नहीं ये कोटा मियाँ बिरामी बिरामी ना ഇതാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ ഗുണം. ആംബുലൻസിൽ അർജന്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ആ ആംബുലൻസിനെ നിർത്തിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുകയാണ് ആ വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ സർക്കാരൊക്കെ മൗന സമ്മതം നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവനെ പോലത്തുള്ള ആളുകളെ അന്നേക്കന്നേ അറസ്റ്റ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടാവും. അതുപോലെ ഒരു 2-3 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇവർ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കേസില്ല, ആരും അതിനെ ചോദ്യം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഫ്രീ ആണ്. ഇവരോട് മൗന സമ്മതം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുള്ളത്. അത് തന്നെയാണ് ഇവർ കുറച്ച് നാളുകളായി നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസികൾ എന്ന രീതിയിൽ നടന്ന് ഒരു വിശ്വാസവുമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ ഇതുപോലെ അക്രമങ്ങളും കാര്യങ്ങളൊക്കെയായി നടക്കുന്ന ആളുകളാണ് ഇന്ത്യയെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ മതത്തെയും